നമ്മുടെ കേരളത്തിലെ ആദരണീയനായിട്ടുള്ള ഹംസാക്ക, മനസ്സിലായോ? നമ്മുടെ സംസ്ഥാന നേതാവ് എന്നോട് സംസാരിച്ചു. ബഹുമാന്യരായ അധ്യക്ഷരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പൊതുവിലും വളരെ മോശമായ ഒരു കാലഘട്ടത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ദീർഘകാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്കും വലിയ സങ്കടത്തിനും ദുഃഖത്തിനും ഇടവരുന്നുണ്ട്. അത് വളരെ ഉള്ളിൽ തട്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞ് നടക്കാൻ, ജനങ്ങൾക്കിടയിൽ ഇടപഴകാൻ പലപ്പോഴും സങ്കോചം തോന്നിയിട്ടുണ്ട്. അത്ര മോശമായി വരും. മറ്റൊരു പണിയും ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ടതല്ല. രാജ്യസ്നേഹപരമായ ഒരു ചിന്ത, സമൂഹത്തിലെ പല പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആലോചന. കുമാരനാശാൻ പറഞ്ഞു, തന്നാൽ കരയേറേണ്ടവരായിരം പേർ താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്നൊരു ചാരിത്രത്തിൽ. അങ്ങനെ തപോനിധിയാകാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു, എങ്ങനെ ഞാൻ വിട്ടു നിൽക്കുക, അധികം കുഴപ്പമില്ല, ഒച്ച പുറക്കുന്ന അടുത്തുക, ഞങ്ങൾ എങ്ങനെ ഈ വേദിയിൽ വന്നു എന്നതാണല്ലോ ഇവിടെ പ്രശ്നം. അതാലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമത്വത്തിൽ ദീർഘകാലം കഷ്ടപ്പെട്ട് യാതനകളും വേദനകളും അനുഭവിച്ചവരാണ് നമ്മൾ. അത് നമ്മുടെ മക്കൾക്കും അനിയന്മാർക്കും അത് മനസ്സിലാക്കാൻ ഇപ്പൊ പ്രയാസമുണ്ടാവും. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലം മാറി ദേശീയ ഭരണം വരുന്ന ഒരു കാലഘട്ടത്തിന്റെ സാക്ഷികളാണ് ഞങ്ങളൊക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എനിക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നു. അന്നത്തെ മഹാന്മാരുടെ പ്രസംഗവും രാഷ്ട്രീയ പ്രവർത്തനവുമൊക്കെ കുറെയൊക്കെ ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വളർന്നു വരുമ്പോൾ കണ്ട അനുഭവങ്ങളുണ്ട്. നമ്മളെ പ്രതീക്ഷ എന്തായിരുന്നു? ഇന്ത്യ രാജ്യത്തെ പോലെ ഒരു ബഹുമത രാഷ്ട്രമായ വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും കൂട്ടായ്മ നിലനിൽക്കുന്ന ഒരു രാജ്യം, അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ട മാർഗങ്ങളും വെട്ടിത്തെളിയിക്കും എന്നാണ് നമ്മൾ കരുതിയത്. കുറച്ചു കാലം ഒരു ചെറിയ ഒരു ശ്രമം ആ ഭാഗത്തുണ്ടായി എന്നത് ഞാൻ സമ്മതിക്കാം. എന്നാൽ ഇന്നത്തെ ഒരു സ്ഥിതി അഴിമതിക്കാരും കള്ളന്മാരും ജാതി വർഗീയ കോമരങ്ങളും കാശിന് വിലയില്ലാതെ മതസംസ്കാരവും പാരമ്പര്യവും മതസംസ്കാരത്തെയും വിശ്വാസത്തെയും അരക്കാശിന് വിലയില്ലാതെ റോട്ടിൽ വെച്ച് വെക്കുന്ന കാലം, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഏത് വിധത്തിലും മതത്തെ ദുർവിനിയോഗം ചെയ്യുന്ന കാലം, അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോഴാണ് വലിയ ദുഃഖം ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിന്റെയൊക്കെ പൈതൃകം ഇവിടെ ബ്രിട്ടീഷുകാരാണ് ഇട്ടേച്ച് പോയത് കേട്ടോ. ഈ ജാതി രാഷ്ട്രീയവും മതവിദ്വേഷവും വൈരാഗ്യവും ഒക്കെ അവരുണ്ടാക്കിയത് എന്തിനു വേണ്ടി അവരുണ്ടാക്കി? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കിരീടത്തമ്മലെ കോഹിനൂർ രത്നമായിരുന്നു ഇന്ത്യ. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാണ്.
ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് രാജ ഭരണകൂടത്തിന്റെ തൊപ്പി കിരീടത്തിന്റെ മേലുള്ള രത്നം കോഹിനൂർ അതൊരിക്കലും എടുത്തു മാറ്റുകയില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുകയില്ല എന്നാണ് ലോകം വിറപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? രണ്ടാം ലോകമഹായുദ്ധം ജയിക്കാൻ നേതൃത്വം കൊടുത്ത വിൻസ്റ്റൺ ചർച്ചിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ബ്രിട്ടനിൽ. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആറ്റ്ലി പ്രഭു പ്രധാനമന്ത്രിയായി. അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നില്ല. അപ്പൊ ഇന്ത്യയുടെ മഹത്വമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ആ മഹത്വം? പ്രകൃതി വിഭവങ്ങളെ കൊണ്ട് സമ്പൽ സമൃദ്ധമായ രാജ്യം. ഹിമാലയ പർവ്വതം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന അതിമനോഹരമായ ഭൂപ്രദേശം, കറുത്ത മണ്ണ്, പശിമയുള്ള മണ്ണ്, അതിനെ പൊന്നാക്കി മാറ്റുന്ന ജലസേചന സൗകര്യമുള്ള പ്രകൃതി, 3 ഭാഗവും കടൽ, ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന കായലോര പ്രദേശങ്ങൾ, ഗംഗ, യമുന, സറ്റ്ലജ് തുടങ്ങിയ നദികൾ. എന്തൊരു മഹത്തായ രാജ്യമാണ്. നമ്മളെ ലോകത്തെ വിറപ്പിച്ച സാധനമാണ് കുരുമുളക്, ഏലം, ഇഞ്ചി, കറാമ്പൂ, പട്ട, ചായ, കാപ്പി, റബ്ബർ, തേക്ക്, ഈട്ടി, ഇതൊക്കെ നമ്മുടെ സമ്പത്താണ്. ഈ മഹത്തായ രാജ്യത്തെ എക്കാലവും കയ്യിൽ വെക്കണം എന്നാണ് ബ്രിട്ടൻ വിചാരിച്ചത്. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. പക്ഷെ പോകുന്ന പോക്കിൽ അവർ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്കെതിരായി നടന്ന ഭാരതത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരം തകർക്കുന്നതിന് വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗം ജാതി വർഗീയ വികാരം ഇളക്കിവിട്ട് നമ്മളെ ഭിന്നിപ്പിക്കുക. അന്ന് ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നവരായിരുന്ന എല്ലാവരും പിന്നീടാണ് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരേണ്ടി വന്നത്. ആ കോൺഗ്രസിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണ് ആദ്യം മുസ്ലിമീങ്ങളെയാണ് ഉപയോഗിച്ചത്. ഭിന്നിപ്പിക്കാൻ ഒരു വഴിയും കിട്ടിയിരുന്നില്ല. മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗത്തെ ജാതി രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേറിട്ട് കൊണ്ടുപോയി. അവരോട് എന്താ ബ്രിട്ടൻ പറഞ്ഞെന്നല്ലോ, ഇന്ത്യക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളത് വേറെ തരണം, നിങ്ങൾ ഇവരെ കീഴിൽ നിൽക്കണ്ട. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പട്ടേലിന്റെയും കീഴിൽ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ വേറെ തരാം. അതൊരു സൗകര്യം എന്നിവർ വിചാരിച്ചു പോയി. അങ്ങനെയാണ് 1906 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. അന്ന് മുസ്ലിം ലീഗിന്റെ ലോകത്തെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് അലി ജിന്ന അന്ന് ലീഗിൽ പോയിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി. എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ജിന്ന സാഹിബ് പോയത്. ബ്രിട്ടീഷുകാർ ഇവരെ സഹായിച്ച് ശക്തിപ്പെടും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാൻ വേറെ ഉണ്ടാകും, അവിടെ പ്രധാനമന്ത്രി വേണ്ടി വരുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് ജിന്ന സാഹിബ് ലീഗ് പോയത്. അതുവരെ കോൺഗ്രസ് കമ്മിറ്റിയിലാണ്. അങ്ങനെ ഇസ്ലാമിനെ വേറിട്ട് നിർത്താൻ ഒരു പരിധിവരെ അവർക്ക് സാധിച്ചു. പിന്നെ അവരുടെ നോട്ടം ഹിന്ദുക്കളെ നേർക്കായിരുന്നു. ഏകീകൃത ദേശീയ സംഘടന തകർക്കണം, ഹിന്ദുക്കളിൽ ഒരു ചെറിയ വിഭാഗത്തെ ഇവന്റെ കയ്യിൽ കിട്ടി. അങ്ങനെയാണ് 1925 ഹിന്ദു മഹാസഭ രൂപീകരിച്ചത്.